ഹായ് ഹലോ നമസ്കാരം. ടൈലിം ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള കറണ്ട് അഫേഴ്സിന്റെ ഒരു സീരീസ് ആരംഭിക്കുകയാണ്. അപ്പോൾ നവംബർ 1 മുതലുള്ള കറണ്ട് അഫേഴ്സ് ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നവംബർ 1ന്റെ കറണ്ട് അഫേഴ്സ് ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമതായി നമ്മുടെ കേരള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? കേരള ജ്യോതി, കേരള പ്രഭ, അതേപോലെ കേരളശ്രീ. ആർക്കാണ് ഈ വർഷത്തെ കേരള ജ്യോതി ലഭിച്ചത്? ഡോക്ടർ എം.ആർ. രാഘവ വാര്യരാണ്. ആരാണ്? ഡോക്ടർ എം.ആർ. രാഘവ വാര്യരാണ്. വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ ഈ വർഷത്തെ കേരള ജ്യോതി ലഭിച്ചത് ഡോക്ടർ എം.ആർ. രാഘവ വാര്യർ. അടുത്തത് കേരള പ്രഭ പുരസ്കാരമാണ്. 2 വ്യക്തികൾക്കാണ് കേരള പ്രഭ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഒന്ന് പി.ബി. അനീഷ്. ആരാണ്? പി.ബി. അനീഷ് കാർഷിക മേഖലയാണ്. 2 രാജശ്രീ വാര്യർ കലാമേഖലയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്. അപ്പൊ രണ്ട് പേർക്കാണ് ഈ വർഷത്തെ കേരള പ്രഭ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഒന്ന് പി.ബി. അനീഷ് കാർഷിക മേഖല, 2 രാജശ്രീ വാര്യർ കലാമേഖല. ഓക്കെ, അടുത്തത് കേരളശ്രീ പുരസ്കാരമാണ്. 5 പേർക്കാണ് ഈ വർഷത്തെ കേരള ശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ആർക്കാണ് കേരളശ്രീ പുരസ്കാരം ലഭിച്ചത്? 5 വ്യക്തികൾക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഒന്ന് ശശികുമാർ. ആരാണ്? ശശികുമാർ ആണ് മാധ്യമ പ്രവർത്തനം. 2 ഷഹൽ ഹസൻ മുസ്ലിയാർ വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. ഷഹൽ ഹസൻ മുസ്ലിയാർ. 3 എം.കെ. വിമൽ ഗോവിന്ദ് സംരംഭമാണ്. 4 ജിലുമോൾ മാരിയറ്റ് തോമസ് ഇൻഫ്ലുവൻസർ ആണ്. ആരാണ്? ജിലുമോൾ മാരിയറ്റ് തോമസ് ഇൻഫ്ലുവൻസർ ആണ്. 5 അഭിലാഷ് ടോമി കായിക മേഖലയായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്. അടുത്തത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്. മാനുവൽ ഫെഡറിക് അന്തരിച്ചിട്ടുണ്ട്. ആരായിരുന്നു മാനുവൽ ഫെഡറിക്? ആരായിരുന്നു? ആദ്യമായി ഒളിമ്പിക് മെഡൽ നേടിയ മലയാളിയാണ് അല്ലെ? ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫെഡറിക്. ഏത് കായിക താരമാണ് അദ്ദേഹം? ഹോക്കിയാണ് അല്ലെ? ഏതാണ്? ഹോക്കിയാണ്. മാനുവൽ ഫെഡറിക് ഹോക്കി താരമായിരുന്നു. 1972 മ്യൂണിക് ഒളിമ്പിക്സിലാണ് അദ്ദേഹം എന്ത് നേടിയത്? നമ്മുടെ മെഡൽ നേടിയിട്ടുള്ളത്. ഓക്കെ ആണോ? 1947 ഒക്ടോബർ 20 കണ്ണൂർ ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. ഗോൾ മുഖത്തെ കടുവ എന്ന് അറിയപ്പെടുന്നുണ്ട്. 2019 അദ്ദേഹത്തിന് മേജർ ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? ഓക്കെ, അടുത്തത് ശ്രേഷ്ഠ ദിവ്യാംഗ് പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ശ്രേഷ്ഠ ദിവ്യാംഗ് പുരസ്കാരം, ശ്രേഷ്ഠ ദിവ്യാംഗ് ബാലക് പുരസ്കാരം മുഹമ്മദ് യാസീൻ ആണ് ലഭിച്ചിട്ടുള്ളത് കേട്ടോ. ആർക്കാണ്? മുഹമ്മദ് യാസീൻ ആണ്. കേന്ദ്ര സർക്കാർ ഭിന്നശേഷി കുട്ടികൾക്ക് നൽകുന്ന പരമോന്നത ബഹുമതിയാണ് ഏത്? ശ്രേഷ്ഠ ദിവ്യാംഗ് ബാലക് പുരസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ കീബോർഡില് വിസ്മയം തീർക്കുന്ന മുഹമ്മദ് യാസീൻ ആണ് അത് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ ആണോ? ഓക്കെ, അടുത്തത് ഇ ഡ്രോപ്പ്. എന്താണ് ഇ ഡ്രോപ്പ്? 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പ് ജോലിക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥരുടെ നിയമന പ്രക്രിയ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജീകരിച്ച വെബ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ ആണ് ഏത്? ഇ ഡ്രോപ്പ്. ഏതാണ്? ഇ ഡ്രോപ്പ്. ഓക്കെ, അടുത്തത് നമ്മുടെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് മാലിന്യമുക്ത നഗരമായിട്ട് പ്രഖ്യാപിച്ച നഗരമാണ് കൊച്ചി. ഏതാണ്? കൊച്ചി. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മാലിന്യമുക്ത നഗരമായിട്ട് പ്രഖ്യാപിച്ച നഗരം ഏതാണ് കേരളത്തിലെ? കൊച്ചിയാണ് കേട്ടോ. മന്ത്രി പി രാജീവാണ് പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ഓക്കെ ആണോ? അടുത്തത് ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് 2025 പ്രകാരം ഇന്ത്യ എത്രാം സ്ഥാനത്താണ്? 4ാം സ്ഥാനത്താണ് കേട്ടോ. ലോകത്തെ തന്നെ 4ാമത്തെ സ്ട്രോങ്ങസ്റ്റ് മിലിറ്ററി പവർ ആയിട്ട് നമ്മുടെ ഇന്ത്യ മാറിയിട്ടുണ്ട്. റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തുള്ളത് അമേരിക്കയാണ്. അപ്പോ ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് പ്രകാരം ലോകത്ത് 4ാമത്തെ സ്ട്രോങ്ങസ്റ്റ് മിലിറ്ററി പവർ ആയിട്ട് ആര് മാറിയിട്ടുണ്ട്? നമ്മുടെ ഇന്ത്യ മാറിയിട്ടുണ്ട്. റാങ്കിങ്ങിൽ 1ാമതുള്ളത് അമേരിക്കയാണ്. ഓക്കെ ആണോ? ഓക്കെ, എങ്കിൽ KL-90 എന്താണ്?
നമ്മുടെ സർക്കാർ, അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾക്ക് ഇനി മുതൽ രജിസ്ട്രേഷൻ എന്തായിരിക്കും? KL90 എന്ന പ്രത്യേക രജിസ്ട്രേഷൻ സീരീസ് ആയിരിക്കും എന്നാണ് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത്. എന്താണ്? സർക്കാർ, അർദ്ധ സർക്കാർ മേഖലകളിലെ വാഹനങ്ങൾക്ക് KL90 എന്നതായിരിക്കും പുതിയ രജിസ്ട്രേഷൻ സീരീസ്. ഓക്കെ ആണോ? ഓക്കെ. എങ്കിൽ അടുത്തത് നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർപേഴ്സൺ ആയിട്ട് നമ്മുടെ ഓസ്കാർ ജേതാവായിരുന്ന റസൂൽ പുക്കുട്ടിയെ നിയമിച്ചിട്ടുണ്ട്. എന്താണ്? നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർപേഴ്സണായി ഓസ്കാർ പുരസ്കാര ജേതാവായിട്ടുള്ള നമ്മുടെ റസൂൽ പുക്കുട്ടിയെ നിയമിച്ചിട്ടുണ്ട്. കുക്കു പരമേശ്വരനാണ് വൈസ് ചെയർപേഴ്സൺ. ആരാണ്? കുക്കു പരമേശ്വരനാണ് വൈസ് ചെയർപേഴ്സൺ. ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് വിശ്വനാഥ് ആനന്ദ് കപ്പ്. എന്താണ് വിശ്വനാഥൻ ആനന്ദ് കപ്പ്? നമ്മുടെ ഇന്ത്യയിലെ ഗോവയിൽ നടക്കുന്ന ചെസ് ലോകകപ്പ് ഉണ്ട് അല്ലെ? ആ ചെസ് ലോകകപ്പ് എവിടെ നടക്കുന്നത്? ശ്യാമപ്രസാദ് മുഖർജി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുകയാണ്. അപ്പോ 23 വർഷത്തിന് ശേഷമാണ് ലോകകപ്പ് ഇന്ത്യയിൽ എത്തുന്നത്. അവിടെ വിജയിയാകാൻ പോകുന്ന ടീമിന് കിട്ടുന്ന ട്രോഫിക്കാണ് എന്ത് പേരിട്ടത്? ദി വിശ്വനാഥ് ആനന്ദ് കപ്പ്. എന്താണ്? ദി വിശ്വനാഥ് ആനന്ദ് കപ്പ് എന്ന് പേരിട്ടിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ വിശ്വനാഥൻ ആനന്ദിനോടുള്ള ആദര സൂചകമായിട്ടാണ് ട്രോഫിക്ക് എന്ത് പേര് കൊടുത്തിരിക്കുന്നത്? ദി വിശ്വനാഥൻ ആനന്ദ് കപ്പ് എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. ഓക്കെ ആണോ? 82 രാജ്യങ്ങളിലെ 206 താരങ്ങളാണ് മത്സരത്തിനെത്തുന്നത്. ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് രാഷ്ട്രീയ ഏകതാ ദിവസ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലേ എന്തായിരുന്നു? രാഷ്ട്രീയ ഏകതാ ദിവസ് സർദാർ എറ്റ് 150. നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150ാം ജന്മവാർഷിക എന്തായിട്ട് ആചരിക്കുകയാണ്? രാഷ്ട്രീയ ഏകതാ ദിവസായിട്ട് സർക്കാർ ആചരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാക്കാണ് എന്ത്? സർദാർ എറ്റ് 150. നമ്മുടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മുടെ രാഷ്ട്രീയ ഏകതാ ദിവസ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സർദാർ വല്ലഭായ് പട്ടേലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ ആണോ? അപ്പൊ എത്രയാണ് 1-ാം തീയതിയിലെ നവംബർ 1 കറണ്ട് അഫേഴ്സ് വരുന്നത്? എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? കേരള പുരസ്കാരങ്ങൾ പറഞ്ഞു. കേരള ജ്യോതി ഡോക്ടർ MR രാഘവ വാര്യരാണ്. ഇപ്പൊ തന്നെ പഠിച്ചു പോവാ കേട്ടോ. ഓക്കെ. MR രാഘവ വാര്യരാണ്, വിദ്യാഭ്യാസ മേഖലയാണ്. 2 കേരളപ്രഭ 2 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. PB അനീഷ് കാർഷിക മേഖലയാണ്. അതേപോലെ രാജശ്രീ വാര്യർ. 3-മത്തേത് കേരളശ്രീ 5 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. ആരൊക്കെയായിരുന്നു കേരളശ്രീ പുരസ്കാരം ലഭിച്ച വ്യക്തികള്? 1 ശശികുമാർ, 2 ഷഹൽ ഹസൻ മുസ്ലിയാർ, 3 MK വിമൽ ഗോവിന്ദ്, 4 ജിലുമോൾ മാരിയൻ തോമസ് ആൻഡ് 5th അഭിലാഷ് ടോമി. ഓക്കെ ആണോ? ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞ എന്തായിരുന്നു? നമ്മുടെ ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ മലയാളി മാനുവൽ ഫെഡറിക് അവർ അന്തരിച്ചിട്ടുണ്ട്. പിന്നെ ശ്രേഷ്ഠ ദിവ്യാംഗ് പുരസ്കാരം പറഞ്ഞു. ഡ്രോപ്പ് നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജീകരിച്ച വെബ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ ആണേത്? ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് 4th ആണെന്ന് പറഞ്ഞു. അടുത്തത് നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർപേഴ്സൺ ആയിട്ട് ആര് വന്നിട്ടുണ്ട്? റസൂൽ പൂക്കുത്തി വന്നിട്ടുണ്ട്. ഓക്കെ. അടുത്തത് നമ്മുടെ റസൂൽ പൂക്കുട്ടി പറഞ്ഞു. അടുത്തത് വിശ്വനാഥ് ആനന്ദ് കപ്പ്. അപ്പോൾ വിശ്വനാഥ് ആനന്ദ് കപ്പ് പറഞ്ഞു. നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ചെസ് ലോകകപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിജയികൾക്ക് ലഭിക്കാൻ പോകുന്ന ട്രോഫിയുടെ പേരാണ് എന്ത്? വിശ്വനാഥ് ആനന്ദ് കപ്പ് എന്ന് പറയുന്നത്. അടുത്തത് രാഷ്ട്രീയ ഏകതാ ദിവസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150ാം വാർഷിക ദിനവുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ നടത്തുന്ന പരിപാടിയാണിത് സർദാർ എറ്റ് 150 അഥവാ രാഷ്ട്രീയ ഏകതാ ദിവസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ?